ആദ്യം ടർക്കി പക്ഷിയാണോ ഉണ്ടായത് അതോ തുർക്കി എന്ന രാജ്യമാണോ? ടർക്കി എങ്ങനെ ടർക്കിയായി? ടർക്കി വാർത്തകളിൽ ട്രെൻഡിംഗ് ആയതുകൊണ്ട് തന്നെ ടർക്കി എന്ന വാക്കിന്റെ ഉത്ഭവം ചെയ്യാൻ പറ്റിയ സമയം ഇതാണ്. ഗ്ലോബൽ ജോഗ്രഫിക് ആശയക്കുഴപ്പങ്ങളുടെയും തെറ്റായ ഐഡന്റിറ്റിയുടെയും ഒരു ചരിത്രമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. കുറച്ച് കഥകൾ ഒരിക്കലും പഴയതാകില്ല എന്ന് പറയാറില്ലേ, അതുപോലൊരു കഥയാണിനി. നിങ്ങളുടെ പ്രാദേശിക ഭാഷയിൽ ഈ പക്ഷിയുടെ പേരെന്താണ്? നമുക്കിത് ടർക്കി കോഴി. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ളവർക്ക് താങ്ക്സ് ഗിവിംഗ് ആഘോഷങ്ങളിലെയും അതുപോലെ ക്രിസ്മസ് വിരുന്നുകളിലെയും പ്രധാന വിഭവമാണ് ടർക്കി. എന്നാൽ വടക്കേ അമേരിക്കയിൽ ജന്മമെടുത്ത ഈ പക്ഷിയുടെ പേര് നൂറ്റാണ്ടുകളുടെ ആഗോള വ്യാപാരത്തിന്റെയും അതുപോലെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉൾപ്പെടുന്ന രസകരമായ കഥയുടെ തെളിവാണ്. ലോക ചരിത്രത്തിലെ പരസ്പര ബന്ധനമായ കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയെയും തെറ്റിദ്ധാരണകളെയും ഇതിലും മനോഹരമായി ചിത്രീകരിക്കുന്ന കഥകൾ അധികമില്ല. ആദ്യം വസ്തുതകളിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ടർക്കി എന്ന് വിളിക്കുന്ന മെലാഗ്രിസ് ഗലപ്പോവോ എന്ന പക്ഷി വടക്കേ അമേരിക്കയിൽ, കൃത്യമായി പറഞ്ഞാൽ മെക്സിക്കോയിൽ നിന്നുള്ളതാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് അസ്ടെക്കുകൾ ഉൾപ്പെടെയുള്ള തദ്ദേശീയരായ ആളുകളാണ് ഈ ഗംഭീരമായ പക്ഷിയെ ഇണക്കിയത്. ആദ്യകാലത്ത് അമേരിക്കൻ ടർക്കികളെ ഇറച്ചി, തൂവലുകൾ, എല്ലുകൾ എന്നിവയ്ക്കായി വളർത്തിയിരുന്നു. എല്ലുകൾ ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചിരുന്നു. ടർക്കി യൂറോപ്പിലെത്തപ്പോഴാണ് കഥയ്ക്ക് ട്വിസ്റ്റ് വന്നത്. 16ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ പക്ഷിയെ കണ്ടെത്തിയ സ്പാനിഷുകാരാണ് ഇതിനെ അറ്റ്ലാന്റിക് കടന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുവരുന്നവരിൽ ചിലർ. ഇനിയാണ് ചോദ്യം വരുന്നത്, മെക്സിക്കോയിൽ നിന്നുള്ള ഒരു പക്ഷിക്ക് എങ്ങനെയാണ് യുറേഷ്യയിലെ ഒരു രാജ്യത്തിന്റെ പേര് ലഭിച്ചത്? യൂറോപ്പിൽ അക്കാലത്തുണ്ടായിരുന്ന മറ്റൊരു പക്ഷിയാണ് ഇതിന് കാരണം, ഗിനി ഫൗൾ. ആഫ്രിക്കയിൽ നിന്നുള്ള ഈ പക്ഷി ഒരു ജനപ്രിയ ഇറക്കുമതിയായിരുന്നു. ഇത് യൂറോപ്യൻ വിപണികളിലേക്ക് എത്തുന്നത് പലപ്പോഴും അക്കാലത്ത് പ്രബലമായൊരു വ്യാപാര ശക്തിയായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിലൂടെയായിരുന്നു. അതുകൊണ്ട് ഗിനി ഫൗളിനെ ഇംഗ്ലീഷിൽ ടർക്കി കോക്ക് അല്ലെങ്കിൽ ടർക്കി ഹെൻ എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം ഇത് തുർക്കിയിൽ നിന്നുള്ള വ്യാപാരികളുമായി ബന്ധപ്പെട്ടതായിരുന്നു. അമേരിക്കൻ ടർക്കി യൂറോപ്പിലെത്തിയപ്പോൾ ഗിനി ഫൗളുമായുള്ള അതിന്റെ സാമ്യതകൾ വ്യാപകമായ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി. ഗിനി ഫൗളിനെ ടർക്കി എന്ന് വിളിച്ച് പരിചയമുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പുതിയതായി അമേരിക്കയിൽ നിന്ന് വന്ന ഈ പക്ഷിക്കും അതേ പേര് നൽകി. സമാനമായ ചാനലുകളിലൂടെ എത്തിയ ഒരു പുതിയതും എന്നാൽ തികച്ചും വ്യത്യസ്തവുമായ ഉൽപ്പന്നത്തിന് നിലവിലുള്ള പേര് നൽകിയ ഒരു സാധാരണ സംഭവമായി ഇത്. ഇതിനൊക്കെ പുറമെ 16ാം നൂറ്റാണ്ടിൽ പുതിയതോ വിദേശീയമോ അല്ലെങ്കിൽ വിചിത്രമോ ആയ എന്തിനേയും തുർക്കി എന്ന് വിളിക്കുന്ന ഒരു പ്രവണത നിലവിലുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ചോളം തുർക്കി ഗോതമ്പ് എന്നും മത്തങ്ങ തുർക്കി വെള്ളരി എന്നും അറിയപ്പെട്ടിരുന്നു. വിദേശ ഇറക്കുമതികളെ തുർക്കി എന്ന് പൊതുവായി ലേബൽ ചെയ്യുന്ന ഈ ഒരു പ്രവണത അമേരിക്കൻ പക്ഷിയുടെ പേരിന് കൂടുതൽ ശക്തിയും നൽകി. ഇനി ആഗോള ഭൂമിശാസ്ത്രപരമായ കുഴപ്പങ്ങൾ, അതും തെറ്റിദ്ധാരണകളുടെ സംഭവബഹുലമായ സംഭവങ്ങൾ. ഇംഗ്ലീഷ് ഭാഷ ഈ ഭാഷാപരമായ കൺഫ്യൂഷനിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ടർക്കിയുടെ പേരിന്റെയും മറ്റ് സംസ്കാരങ്ങളിലേക്കുള്ള യാത്ര ശരിക്കും ഭൂമിശാസ്ത്രപരമായ ആശയക്കുഴപ്പങ്ങളുടെ ഒരു അത്ഭുതകരമായ ചരിത്രം വെളിപ്പെടുത്തുന്നു. ആദ്യം ഇന്ത്യൻ ബന്ധത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അമേരിക്ക ഇന്ത്യയുടെ ഭാഗമാണെന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ പക്ഷിയെ പല ഭാഷകളിലും ഇന്ത്യൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഒരുപക്ഷെ ഏറ്റവും വ്യാപകമായ തെറ്റിദ്ധാരണയായിരുന്നു ഇത്. തുർക്കിയിൽ ഈ പക്ഷിയെ ഹിന്ദി എന്ന് വിളിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ എന്നാണ് ഇതിനർത്ഥം. വിരോധാഭാസം എന്നതല്ലാതെ എന്ത് പറയാൻ. അതായത് വടക്കേ അമേരിക്കയിൽ നിന്നുള്ള ഒരു പക്ഷിയെ ഇംഗ്ലീഷിൽ തുർക്കി എന്ന് വിളിക്കുന്നു, എന്നാൽ ഇന്ത്യയിൽ നിന്നാണെന്ന് കരുതി തുർക്കിയിൽ അതിനെ ഇന്ത്യൻ എന്ന് വിളിക്കുന്നു. ഫ്രഞ്ചിൽ ഇത് ഡി ഇൻഡെ ആണ്. പൊല ഡി ഇൻഡെ എന്നതിന്റെ ചുരുക്കമാണിത്. അർത്ഥം ഇന്ത്യയിൽ നിന്നുള്ള കോഴി. അതുപോലെ പോളിഷ് ഭാഷയിൽ ഇതിനെ ഇൻഡിക് എന്നും ബാസ്ക് ആളുകൾ ഇൻഡിയോലിയാർ എന്നും അതുപോലെ അർമേനിയക്കാരും സമാനമായ പേരുകളും നൽകിയിരുന്നു. ഇതെല്ലാം പുതിയ ലോകത്തെക്കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണയിൽ നിന്നാണ് വരുന്നത്. ഇനി കാലിക്കറ്റ് കണക്ഷനാണ്. അതെ, നമ്മുടെ സ്വന്തം കോഴിക്കോട്. ഡച്ച്, ക്രൊയേഷ്യൻ, ഫിന്നിഷ്, സ്വീഡിഷ്, ലിത്വാനിയൻ, ഡാനിഷ്, നോർവേജിയൻ, എസ്റ്റോണിയൻ ഭാഷകളിൽ ഈ പക്ഷിയെ കാൽക്കോൺ അല്ലെങ്കിൽ കലാക്യൂട്ടസ് എന്നാണ് വിളിക്കുന്നത്. ഈ പേര് വന്നത് പക്ഷി കോഴിക്കോട് നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന വിശ്വാസത്തിലാണ്. വടക്കൻ യൂറോപ്യൻ വ്യാപാരികളുടെ മനസ്സിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര വഴികളുടെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു. മലേഷ്യയിൽ ടർക്കിയെ അയാം ബെലൻഡ എന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം ഡച്ച് കോഴി എന്നാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഡച്ചുകാരുടെ ചരിത്രപരമായ വ്യാപാര സ്വാധീനത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഇനി ഗ്രീക്കുകാർ ഇതിനെ ഗാലോപൗല എന്ന് വിളിക്കുന്നു, അതായത് ഫ്രഞ്ച് കോഴി. ഫ്രഞ്ച് വ്യാപാരികളിൽ നിന്നോ പാചക രീതികളിൽ നിന്നോ ഉള്ള സ്വാധീനമോ അവതരണ മാർഗമോ ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അറബിയിൽ ഈ പക്ഷിയെ പലപ്പോഴും ദൈഗ്രൂമി എന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം റോമൻ പൂവൻ കോഴി എന്നാണ്. ഈ പദം ഒരുപക്ഷെ കിഴക്കൻ റോമൻ സാമ്രാജ്യമായ ബൈസന്റൈൻ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ യൂറോപ്പുമായുള്ള ഒരു വിശാലമായ ബന്ധത്തെയും അനാറ്റോലിയയുടെയും ബൽക്കൻസിന്റെയും ചരിത്രപരമായ അറബി പേരായ റൂമിനെയും സൂചിപ്പിക്കുന്നു. പോർച്ചുഗീസ് ഭാഷയിലും ബ്രസീലിയൻ പോർച്ചുഗീസ് ഭാഷയിലും പെറു എന്ന പേരിൽ മറ്റൊരു തെറ്റിദ്ധാരണയുണ്ടായി. ഈ പക്ഷി പെറു രാജ്യത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് അല്ലെങ്കിൽ പെറുവിയൻ തുറമുഖങ്ങൾ വഴി വ്യാപാരം ചെയ്യപ്പെട്ടു എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. രസകരമെന്ന് പറയട്ടെ, ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പോർച്ചുഗീസ് വ്യാപാരികളുടെ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ഈ പക്ഷിയെ പെറു എന്ന് വിളിക്കുന്നു. ഇത് പോർച്ചുഗീസ് പദത്തിൽ നിന്നുള്ള സ്വീകരണമാണ്.
ഇനി ഇവയൊന്നും ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഈ ആഗോള നാമകരണ പ്രതിഭാസത്തിന്റെ ഏറ്റവും ആകർഷകമായ വശം എന്തെന്നാൽ, ഒരുപക്ഷെ തികച്ചും വിവരണാത്മകമായ ഒരു പേരുള്ള ഭാഷകളെ ഒഴികെ വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ഈ പേരുകളൊന്നും പക്ഷിയുടെ യഥാർത്ഥ ഉത്ഭവവുമായി യോജിക്കുന്നില്ല എന്നതാണ് കാര്യം. പറഞ്ഞു വന്നതുപോലെ ടർക്കി തികച്ചും ഒരു വടക്കേ അമേരിക്കൻ പക്ഷിയാണ്. ഭൂമിശാസ്ത്രം പൂർണ്ണമായി നിർണ്ണയിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പേരുകളിൽ പ്രകടമാകുന്നതെന്ന് പറയാം. വ്യാപാര പാതകൾ സാധനങ്ങൾക്ക് മാത്രമല്ല, തെറ്റിദ്ധാരണകൾക്കും ഒരു ചാനലായിരുന്നു. ശരിക്കും സാംസ്കാരിക ധാരണകളാണ് നമ്മൾ ലോകത്തിന് നൽകുന്ന പേരുകൾ രൂപപ്പെടുത്തിയത് എന്നും പറയാം. എന്തായാലും ഈ ഫാക്ട്സ് ഒന്നും ഒരിക്കലും പഴയതാവില്ല. നമ്മുടെ വാക്കുകൾ വെറും പേരുകൾ മാത്രമല്ല, അവ ചരിത്രത്തിന്റെ പ്രതിധ്വനികളാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.